Welcome back. We are meeting after a long time, right? സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് പ്രോഗ്രാമിംഗ്, എന്താണ് പ്രോഗ്രാമിംഗ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് എന്നതാണ്. സോ നോർമലായി ഒരു 10th കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് +1 +2 കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യും. അതുപോലെ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് IT, ഇപ്പോൾ സോഫ്റ്റ്വെയർ സിസ്റ്റം, അവർക്കെല്ലാം ഉള്ളൊരു ചോദ്യമാണ് എന്താണ് പ്രോഗ്രാമിംഗ്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ വെറും കോഡിംഗ് മാത്രമാണോ, അല്ലെങ്കിൽ അതർ ദാൻ സംതിങ് ദാറ്റ്, അതാണോ, എന്താണ് കാര്യം? സോ അതിൻ്റെ ആൻസറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് പ്രോഗ്രാമിംഗ്? Programming is the foundation of computer science. It is not about just typing the code, it is about giving instruction. സോ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെ ഒരു കോർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനാണ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു കോഡ് ടൈപ്പ് ചെയ്യുന്നതല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിയിൽ കുറച്ച് കോഡ് എഴുതി പ്രിൻ്റ് ഓഫ് സ്കാനഫ്, C++ യൂസ് ചെയ്ത ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഓഫിന് പകരം CN, അതുപോലെ CN സി ഔട്ട് യൂസ് ചെയ്യും പ്രിൻ്റ് ഓഫിന് പകരം. അതുപോലെ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, അങ്ങനെ ജാവ, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഈ ലാംഗ്വേജസിൽ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും എഴുതുന്നതല്ല, ടൈപ്പ് ചെയ്യുന്നതല്ല കോഡിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് വി ആർ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്. അതാണ് പ്രോഗ്രാമിങ്ങിൻ്റെ മെയിൻ ഫൗണ്ടേഷൻ. വി ആർ സോൾവിങ് എ പ്രോബ്ലം, വി ആർ മേക്കിംഗ് എ ഡിസിഷൻ. സോ വി ആർ ഗിവിങ് എ ലിറ്റിൽ ഇൻസ്ട്രക്ഷൻ ടു കമ്പ്യൂട്ടർ. ബട്ട് ആ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയറും ലോജിക്കലും ആയിരിക്കണം. ഓരോ സ്റ്റെപ്സും കണക്റ്റഡ് ആയിരിക്കണം. ഒരു വാഗ്യവും ഉണ്ടാകാൻ പാടില്ല. ക്ലിയറും പ്രോപ്പറുമായിരിക്കണം നമ്മുടെ ഓരോ സ്റ്റെപ്സും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെല്ലാവരും എന്തിനും സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ ഇപ്പോൾ ആ റോബോട്ടിനടുത്ത് നമ്മൾ TV ഇടാൻ പറയും അവർ. അപ്പോൾ TV ഇട് എന്ന് പറഞ്ഞാൽ അതെടുത്ത് താഴെ ഇടും, റൈറ്റ്? TV ഓൺ ചെയ്യണം എന്ന് പറയണം എന്ന് അവർ പറയും. സോ അതുപോലെ നമ്മുടെ ഓരോ സ്റ്റെപ്പിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ലോജിക്കലും ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്താൽ ഇപ്പോൾ സിമ്പിളായിട്ട് വി ഹാവ് ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. സോ ഒരു ചായ ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം വെച്ചാൽ വി ഹാവ് ടു ബോയിൽ എ ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ ഹാഫ് ഗ്ലാസ് വന്നിട്ട് ബോയിൽ ചെയ്യണം. ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത്, ബോയിൽ ആകുന്ന സമയത്ത് വി വിൽ ആഡ് ഷുഗർ അക്കോർഡിംഗ് ടു അവർ ടേസ്റ്റ്. ഒരു 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യും. അതുപോലെ 3/4 ഓഫ് ടീ ലീവ്സ് ആഡ് ചെയ്യും. ഇത് രണ്ടും കൂടി ബോയിലാകുമ്പോൾ എന്ത് ചെയ്യും? എഗെയിൻ ഹാഫ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് അതിൽ ആഡ് ചെയ്ത് അത് സ്ട്രെയിൻ ചെയ്തെടുക്കും, റൈറ്റ്? സോ നമ്മൾ ഇന്ന് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന കോമ്പോണൻസ്, അതായത് വാട്ടർ, ടീ ലീവ്സ്, ഷുഗർ, മിൽക്ക്, ഇതെല്ലാം റോ മെറ്റീരിയൽസ് ആണ്. സോ ഇതെല്ലാം ഇൻപുട്ടാണ്. നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടുന്നു? ടീ കിട്ടുന്നു, റൈറ്റ്? സോ ഈ ടീ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ടീ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ഫോളോ ചെയ്തു? നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുന്നത് മുതൽ ടീ സ്ട്രെയിൻ ചെയ്യുന്നത് വരെ ഒരു ക്ലിയറും കൺസിസ്റ്റൻറ്റും ലോജിക്കലും ആയിരിക്കണം, റൈറ്റ്? ഇപ്പോൾ ടീയിൽ വന്നിട്ട് ടീ പൗഡർ ഇടാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അത് ചായ ആവില്ല. അതുപോലെ മിൽക്ക് ചേർത്തില്ല വെച്ചാൽ ഇറ്റ് വിൽ ബിക്കം എ ബ്ലാക്ക് ടീ. അത് ബ്ലാക്ക് ടീ ആകും, നോർമൽ ടീ ആവില്ല. സോ ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കംപ്ലീറ്റായി ഫോളോ ചെയ്യണം. അതേപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഗ്രോസറി ഷോപ്പ് റൺ ചെയ്യണത് എന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് എന്ത് ചെയ്യും? നമ്മളാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം നോക്കാൻ പറ്റാത്തതുകൊണ്ട് മേ ബി ഒരു അസിസ്റ്റൻറ്റിനെ ഹയർ ചെയ്യും. അപ്പോൾ നമ്മൾ അസിസ്റ്റൻ്റ് അടുത്ത് വെറുതെ ഹയർ ചെയ്ത് അവരെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് അറിയുമോ? അറിയില്ല. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്, റൈറ്റ്? സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം? ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, ഓരോ പ്രോഡക്റ്റിനും ഇത്ര എമൗണ്ടാണ്, ഇത്ര പ്രൈസാണ് ഉള്ളത്. ഇപ്പോൾ ഒരു പേന 5 രൂപയാണ്, ഒരു പെൻസിൽ 3 രൂപയാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒരു ഇറൈസർ 5 രൂപയാണ്, ഇതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് ഒരു കസ്റ്റമർ വന്ന് പ്രോഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബില്ലിടേണ്ടത്? ഇപ്പോൾ 2 പേന വാങ്ങുകയാണെങ്കിൽ 2 × 5 10 റുപ്പീസ്, ഒരു ഇറൈസർ 1 × 5 5 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ ബില്ല് എങ്ങനെ വരും? 10 + 5 = 15. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ്, മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്, ഒരേ പ്രോഡക്റ്റ് ഡബിളോ ട്രിപ്പിളോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ടോട്ടൽ ബിൽ എമൗണ്ട് കിട്ടാൻ നമ്മൾ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിൻ്റെ സമ്മ് എഴുതണം. സോ ഇതാണ് ബേസിക് ഐഡിയ, എങ്ങനെ ഒരു ബില്ല് ക്യാരി ചെയ്യാം എന്നുള്ളത്, റൈറ്റ്? എഴുതാം എന്നുള്ളത്. ഇത് നമ്മൾ നമ്മുടെ അസിസ്റ്റൻറ്റിന്, നമ്മൾ ഹയർ ചെയ്തിരിക്കുന്ന ആളെ പറഞ്ഞ് വൃത്തിയായി മനസ്സിലാക്കി കൊടുക്കണം.
എന്നാൽ മാത്രമേ അവർക്കത് മനസ്സിലാവുകയും അത് പ്രാക്ടിക്കലായി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതിലിപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനായിട്ട് നമ്മൾ മാറ്റി പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരേ പ്രോഡക്റ്റ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ, റൈറ്റ്. അപ്പം അതിന് പകരം നമ്മളിപ്പോൾ ആഡ് ചെയ്ത് വെച്ചാൽ എന്താകും, വാല്യൂ മാറും. ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ മാറും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 ഇറേസർ, സോ 2 × 5 അല്ലെങ്കിൽ 5 + 5 10 എന്ന് എഴുതണം. ടോട്ടൽ ബില്ല് കിട്ടാൻ നേരത്തെ എടുത്ത 10 രൂപ പേനയും 10 രൂപ ഇറേസറും 20. അതിന് പകരം ഇപ്പോൾ നമ്മൾ മൈനസ് ചെയ്താൽ മതി, ടോട്ടൽ ബില്ല് കിട്ടും വെച്ചാൽ നമ്മൾ അസിസ്റ്റൻ്റ് എന്ത് ചെയ്യും, അതേപോലെ മൈനസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ബില്ല് എന്താകും, 0 ആകും, റൈറ്റ്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ലോജിക്കലി തെറ്റായിപ്പോയി. അപ്പോൾ അതാണ് നമുക്ക് ആൻസർ വന്നിട്ട് 0 ആയത്. 0 നോർമലി വരും. ഇപ്പോൾ 2 പേനയും 2 പെൻസിലും 2 റബ്ബറൊക്കെ വാങ്ങിയാൽ നമുക്ക് 0 എമൗണ്ട് വന്നാൽ എന്താവും, ബിസിനസ് വിൽ ലോസ്, റൈറ്റ്. സോ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആയിരിക്കണം, ലോജിക്കലായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു പ്രോഗ്രാം സോൾവ് ചെയ്യാൻ അറിയണം. ഒരു പ്രോബ്ലം കറക്റ്റായി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് അറിയണം. അതിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻഡ് ക്ലിയർ ആൻഡ് ലോജിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഈസ് ജസ്റ്റ് എ മെഷീൻ. ഒരു ഇലക്ട്രിക് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സിഗ്നൽ കൊണ്ട് വർക്കാകുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ. സോ അതിന് ആക്ച്വലി 2 സ്റ്റേറ്റേ ഉള്ളൂ. ഒരു ബൾബിനെ പോലെ ഓൺ അല്ലെങ്കിൽ ഓഫ്, ഈ 2 സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. നോ തിങ്കിങ് എബിലിറ്റി ഓർ തിങ്കിങ് കപ്പാസിറ്റി. അതിന് തിങ്കിങ് എബിലിറ്റിയോ കപ്പാസിറ്റിയോ ഇല്ല. ഇറ്റ് വിൽ ജസ്റ്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ വിച്ച് വി ഗേവ്. സോ അതെന്ത് ചെയ്യും പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയെപ്പോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹയർ ചെയ്ത അസിസ്റ്റൻറ്റിനെ പോലെ നമ്മൾ എന്ത് പറഞ്ഞോ അത് മാത്രം കേൾക്കുന്ന ഒരു ചിന്താശക്തിയില്ലാത്ത ഒരു വെറും മെഷീനാണ് ഈ കമ്പ്യൂട്ടർ. നമ്മൾ ആഡ് ചെയ്യും പറഞ്ഞാൽ ആഡ് ചെയ്യും, നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും പറഞ്ഞാൽ സബ്സ്ട്രാക്ട് ചെയ്യും, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇത് മാത്രം ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ ഈ കമ്പ്യൂട്ടറിന് 2 സ്റ്റേറ്റേ ഉള്ളൂ പറഞ്ഞു, സീറോസ് ആൻഡ് വൺസ്. ബട്ട് സീറോസ് ആൻഡ് വൺസ് എന്ന് പറയുന്നത് നമുക്ക് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല, റൈറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു 1 ലൈൻ സീറോസ് ആൻഡ് വൺസ്, ഇപ്പോൾ 0 1 1 0 0 1 1 0 0 1, ഇത് ഇപ്പോൾ ഒരു പേനയുടെ വാല്യൂ അല്ലെങ്കിൽ ഒരു പേനയുടെ എന്തെങ്കിലും ഒരു വാല്യൂസ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് വെച്ചാൽ ഇതേപോലെ കുറേ വാല്യൂസ് ഉണ്ടാവും, റൈറ്റ്. ഒരു 1 ലൈൻ നമുക്ക് വാല്യൂ പഠിക്കാൻ പറ്റും, ഒരു 1 പേജ് പഠിക്കാൻ പറ്റും. ഇതേ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു ഡസൻസ് ഓഫ് പേജ് ഇങ്ങനെ വാല്യൂസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും. നമുക്ക് മഗ്ഗപ്പ് ചെയ്തോ അത് റിവൈസ് ചെയ്തോ റിമെമ്പർ ചെയ്തോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മെഷീൻ അറിയാവുന്ന ലാംഗ്വേജ് വന്നിട്ട് 0 and 1, അതിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും, അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് എന്നും പറയും. ഈ ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയാണ് നമ്മളൊരു ട്രാൻസ്ലേറ്ററിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അവരൊക്കെ PM വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കറിയുന്ന ഭാഷ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കും, റൈറ്റ്. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ അത് വോയിസ് കൊണ്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടോ എങ്ങനെയെങ്കിലും അത് പേസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകും, നമ്മുടെ ഏത് ഭാഷയാണോ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. സോ നമുക്കത് സിമ്പിളായിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PM ഒക്കെ നമ്മുടെ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഹി വിൽ സ്പീക്ക് ഹിന്ദി, റൈറ്റ്. ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനൊന്നും മേ ബി ഹിന്ദി അത്രത്തോളം അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും പറഞ്ഞാൽ കൂടെ ഒരു ട്രാൻസ്ലേറ്ററേയും കൊണ്ടുവരും. ഈ ട്രാൻസ്ലേറ്ററാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് ഇതാക്കി കൊടുക്കുന്നത്, റൈറ്റ്, കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെയാണ് കമ്പ്യൂട്ടറിനും നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ലാംഗ്വേജ്, ഇപ്പോൾ സിയോ C++ഓ ജാവയോ പൈത്തണോ ജാവാസ്ക്രിപ്റ്റോ ഇതൊന്നും അറിയില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈക്ക് അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രെറ്റർ മുതലായ സോഫ്റ്റ്വെയർസ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അസംബ്ലർ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബൈനറി ലാംഗ്വേജിനെ പറ്റി നമ്മൾ പറഞ്ഞു, സീറോസ് ആൻഡ് വൺസ്. പക്ഷേ ഇത് ഫുള്ളും നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വി ഹാവ് ഡെവലപ്ഡ് എ ലിറ്റിൽ മോർ സിംപ്ലിഫൈഡ് ലാംഗ്വേജ് കോൾഡ് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. സോ അത് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ADD A, B, sub A, B
ഇപ്പോൾ MUL A, ഇതൊക്കെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ്. ഇതിനെ നമ്മൾ ന്യൂമോണിക് കോഡ്സ് എന്ന് പറയും. സോ ഇതിന് ശേഷമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജായ C++ ഇതൊക്കെ ജനറേറ്റ് ആയത്. ഇതിനെ കൺവേർട്ട് ചെയ്യാനാണ് വി ആർ യൂസിങ് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ ആസ് എ ട്രാൻസ്ലേറ്റർ. ഈ മൂന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഗിവിങ് ഇൻസ്ട്രക്ഷൻ ടു എ കമ്പ്യൂട്ടർ വിച്ച് ഹാസ് നോ തിങ്കിങ് എബിലിറ്റി ഇല്ലാത്ത ഒരു ചെറിയ മെഷീനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായി കൊടുത്തിട്ട്. നമ്മൾ ഇൻസ്ട്രക്ഷൻ എത്രത്തോളം പ്രോപ്പറായി കറക്റ്റായി ലോജിക്കലായി കൊടുക്കുന്നോ അതുപോലെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ആക്യുറേറ്റ് ആയിരിക്കും. സോ നമ്മുടെ ഇൻസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത്, ആക്യുറസി, റിലയബിലിറ്റി ഇതൊക്കെ പറയുന്നത്. സോ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഗിവിങ് ഇൻസ്ട്രക്ഷൻ ടു കമ്പ്യൂട്ടർ. സോ ഹ്യൂമൻസ് നാച്ചുറൽ ലാംഗ്വേജ് സംസാരിക്കുന്നു, അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവാത്തതുകൊണ്ട് കമ്പ്യൂട്ടറിന് ഹൈ ലെവൽ ലാംഗ്വേജ് കൊടുത്ത് നമ്മളതിനെ മെഷീൻ ലെവൽ ലാംഗ്വേജായി കൺവേർട്ട് ചെയ്ത് അത് മനസ്സിലാക്കുന്നു, ദെൻ അത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നു. സോ ഇതാണ് നമ്മുടെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ ആപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്തത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തത് തന്നെയാണ്. വേരിയസ് ഡിസിപ്ലിൻ അക്രോസ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്. ഫോർ എക്സാമ്പിൾ ATM, ഇതൊക്കെ നമ്മൾ ബാങ്കിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് ഫോർ ക്യാഷ് വിത്ഡ്രോവൽ ആൻഡ് ഇപ്പോൾ പാസ്ബുക്ക് പ്രിൻറ്റ് ചെയ്യാൻ, അതുപോലെ ബാലൻസ് ചെക്ക് ചെയ്യാൻ എക്സെട്ര. അതുപോലെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആപ്സ് ലൈക്ക് വാട്സാപ്പ്. ഇപ്പോൾ വാട്സാപ്പ് ഇല്ലാതെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാതെ നമുക്ക് ഇരിക്കാനേ പറ്റില്ല അല്ലേ. സോ വാട്സാപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഇപ്പോൾ ഷെയർ ചാറ്റ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആപ്പ്. അതുപോലെ ഇപ്പോൾ ബാങ്കിങ് സിസ്റ്റം, മൊബൈൽ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ഇപ്പോൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിന് പോലും യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്, ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ്, RBIയുടെ വെബ്സൈറ്റ്, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന WWW, ഇതെല്ലാം വന്നിട്ട് വിക്കിപീഡിയ, ഇതെല്ലാം വന്ന് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ പലതരം മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തായിരിക്കും. ചിലത് HTML മാത്രം യൂസ് ചെയ്ത് മാർക്കപ്പ് ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്തിട്ടായിരിക്കും, ചിലത് C++ മാത്രം. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട് ഗെയിംസ് നമ്മളിപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികളൊക്കെ പ്ലേ ചെയ്യും, റൈറ്റ്, കളിക്കും. സോ ആ ഗെയിംസ് അടക്കം ഡെവലപ്പ് ചെയ്തത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിവൺ ക്യാൻ ലേൺ പ്രോഗ്രാമിംഗ്. ഇപ്പോൾ കുറച്ച് സിൻടാക്സും അതിൻ്റെ മെത്തഡോളജിയും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്കൊരു കോഡ് എഴുതാൻ പറ്റും, റൈറ്റ്. പക്ഷേ ഈ കോഡ് എഴുതാൻ പറ്റുന്നതിനേക്കാളും ഉള്ള ഇമ്പോർട്ടൻസ് എന്തിനാണെന്ന് വെച്ചാൽ വി ഹാവ് ടു തിങ്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയുന്നുണ്ടോ, ആ പ്രോബ്ലം ഫസ്റ്റ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, റൈറ്റ്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രോബ്ലം ഇപ്പോൾ നമ്മളൊരു ഒരു ചായ ഉണ്ടാക്കി, റൈറ്റ്. ആ ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു 5-6 സ്റ്റെപ്പ് ഫോളോ ചെയ്തു. ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ ഒരേ ഒരു ഗ്ലാസ് ചായ ആണെങ്കിൽ 1 ഗ്ലാസ് മിൽക്ക് അല്ലെങ്കിൽ ഹാഫ് ഗ്ലാസ് മിൽക്ക്, ഹാഫ് ഗ്ലാസ് വാട്ടർ, ഈ ക്വാണ്ടിറ്റി ആൻഡ് അതിൻ്റെ റേഷ്യോ, പ്രപ്പോർഷൻ ഇതെല്ലാം അറിയണം. സോ ഒരു പ്രോബ്ലത്തെ ആക്യുറേറ്റായിട്ട് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം, ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്ത് പറയാൻ പറ്റും, റൈറ്റ്. ഇപ്പോൾ ഹിന്ദിയിൽ പറയാം, ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ പറയാം, തമിഴിൽ പറയാം. അതേപോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജ് യൂസ് ചെയ്താലും, C ആയാലും C++ ആയാലും ജാവ ഉപയോഗിച്ചാണെങ്കിലും അതിനെ കോഡാക്കി മാറ്റാൻ പറ്റും യൂസിങ് സം സിൻടാക്സസ് ആൻഡ് സ്ട്രക്ചർ ആൻഡ് സെമാന്റിക്സ്. ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡീറ്റെയിൽഡായി പറയാം. സോ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രോഗ്രാം സോൾവ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വന്നു. സോ ഇതോടെ ഞാൻ ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് ഇൻ ദ കമൻറ്റ് ബോക്സ്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സോ ബൈ.